അപ്പോൾ നമ്മൾ കോട്ടയിലെത്തി. കോട്ടയം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കോട്ടയുണ്ട്. അതിലൊരു കോട്ട എനിക്ക് പിന്നിൽ കാണുന്ന പാലക്കാടൻ കോട്ട, രണ്ടാമത്തെ കോട്ട എന്ന് പറയുന്നത് മലമ്പുഴയിലെ കോട്ട. മലമ്പുഴയിലെ കോട്ട എന്ന് പറഞ്ഞാൽ ഇടത് കോട്ട. ആ ഇടത് കോട്ടയ്ക്ക് ഒരേ ഒരു രാജാവ്, അത് പ്രഭാകരൻ സഖാവ്. ഉഷാറല്ലേ? പിന്നെന്താ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതാ കമ്മ്യൂണിസ്റ്റ് പാളയത്തിലുണ്ടായിരുന്ന എ സുരേഷ്, വി എസിന്റെ സന്തത സഹചാരിയാണ്, ഒരു പ്രധാന എതിരാളി. ഇതാ ഒപ്പം സി കൃഷ്ണകുമാർ, ഏത് വി എസിന്റെ സ്റ്റാഫിലുണ്ടായിരുന്നു. അയാളെന്ത് സന്തോഷ സഹചാരി, ശമ്പളം വാങ്ങിയിട്ട് പിന്നെ ഞങ്ങളൊക്കെ കൂടി വല്ലാതെ നിർബന്ധം ചെലുത്തിയിട്ടാണ് സുരേഷിനെ മൂപ്പരുടെ സ്റ്റാഫിലേക്ക് എടുത്തത്. അത് മൂപ്പരെങ്ങനെ വി എസിന്റെ ലെഗസി സുരേഷിന് അവകാശപ്പെടാൻ പറ്റില്ല. എങ്ങനെ പറ്റും? പക്ഷേ സുരേഷ് പറയുന്നത് അതാണ്. സുരേഷിന് പറയാലോ, ആർക്കും എന്തും പറയാം, അതിലൊന്നും കാര്യമില്ല. മാത്രമല്ല, നിങ്ങൾ ചോദിച്ചു നോക്ക് രഹസ്യമായിട്ട്, എങ്ങനെ വി എസിന്റെ പാളയത്തിൽ അവനെത്തി എന്നുള്ളത് ചോദിക്കും നിങ്ങൾ. പാർട്ടിയാണ് വി എസിന്റെ ഒപ്പം. പാർട്ടി മാത്രമല്ല, ഞാനും കൃഷ്ണദാസും കൂടി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് മൂപ്പര് അവിടെ കയറ്റുന്നത്. എന്നിട്ട് ഇപ്പൊ മൂപ്പര് ഇങ്ങനെ തിരിച്ചു നിന്നാൽ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റും? യഥാർത്ഥത്തിൽ സുരേഷ്, ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 20 കൊല്ലക്കാലം വി എസിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ച ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. ആ കോൺഗ്രസ് പാളയത്ത് പോയിട്ട് വി എസിന്റെ മനസാക്ഷി എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ ഇതിലേറെ ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് മനുഷ്യർക്ക് ഈ മരണാനന്തര ജീവിതത്തിലൊന്നും വലിയ വിശ്വാസമില്ല, ആത്മാവിൽ വിശ്വാസമില്ല. പക്ഷേ എങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് വി എസ് ഉണ്ടെങ്കിൽ വി എസ് എന്ന് പറയുമായിരുന്നു. വി എസിനെ ചെവിക്ക് പിടിച്ചിട്ട് അല്ലെങ്കിലേ വി എസ് അവസാന കാലത്ത് വീട്ടിൽ കയറ്റിയിട്ടില്ല. അതറിയോ നിങ്ങള്? ഞാൻ വി എസ് ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ പോണ നേരത്ത് എൻ്റെ കൂടെ വന്നിട്ടാണ് മൂപ്പര് വി എസിനെ കാണുന്നത്. അതാണ് അവസാന നിമിഷം വി എസും സുരേഷും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നാണോ? ഇല്ലല്ലോ, ഇല്ല, ആയിരുന്നില്ല. പക്ഷെ പാർട്ടി സുരേഷിനെ തിരിച്ചെടുത്തിരുന്നെങ്കിൽ ഒഴിവാക്കാൻ സാധാരണ ഒരു പാർട്ടി മെമ്പറാണ്, അത്രയുള്ളൂ. അതും അവന്റെ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി മൂപ്പര് പാർട്ടി ആയതാണ്, അല്ലാതെ മൂപ്പരെന്ത് പാർട്ടി? അത്രയില്ല. അപ്പൊ അതൊരു വെല്ലുവിളിയല്ല. അല്ലല്ലോ. അപ്പൊ അവിടെ മത്സരം ആരൊക്കെയാണ്? അതൊരു പ്രശ്നമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, ഒരു നേർച്ചക്കോഴിയെ പോലെ ഇവനെ മുമ്പിൽ നിർത്തി BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡീലാണ് യഥാർത്ഥത്തിൽ. സാർ അത് പറയുന്നുണ്ടായിരുന്നു, ടി വിയിൽ തന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ മലമ്പുഴ മണ്ഡലത്തിൽ നടക്കുന്നത്. അതായത് മലമ്പുഴ മണ്ഡലത്തിൽ സുരേഷിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കോൺഗ്രസ് BJP ഡീൽ ഉണ്ട് എന്ന് ആരോപിക്കുകയാണ്. പിന്നെന്താ സംശയം? ഞാൻ പറയുന്നത് സംശയമാണത്. ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, ഇവൻ തോറ്റ കോൺഗ്രസിന് ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് കോൺഗ്രസിന്റെ ഒരു യഥാർത്ഥ പ്രവർത്തകനാണ് തോറ്റതെങ്കിൽ അവർക്കൊരു നാണക്കേടല്ലേ. റോബിൻ തോറ്റോട്ടെ. അതൊരു നേർച്ചക്കോഴിയായി സുരേഷിനെ നിർത്തുന്നു. BJP വോട്ടുകൾ അതിന്റെ പേരിൽ മറിക്കാൻ ശ്രമം നടത്തുന്നു. മറ്റ് ഇടങ്ങളിലും ഒരുപക്ഷെ ഇതിന്റെ പ്രതിഫലനം ഉണ്ടായേക്കാമെന്നാണ്. ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ലാതെ ഇയാളൊരു സ്ഥാനാർത്ഥി, സ്റ്റാഫും ഞാൻ വി എസിനോടൊപ്പം പ്രവർത്തിച്ചവനും രണ്ടും ഒന്നാണോ? ഒന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കിക്കോളൂ. പിന്നെ ബാക്കി കാര്യം ഞാൻ പറയാം. അപ്പം എങ്ങനെയാണ് മണ്ഡലത്തിലെ പൊതുവെയുള്ള വികസനമാണോ ഈ സർക്കാർ തുടരണമെന്ന് ഇടതുപക്ഷം പറയുന്നു? തുടരേണ്ടതില്ല, ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാറ്റം വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷം പറയുന്നു. പ്രതിപക്ഷത്തിന് പലതും പറയാം, അവർക്ക് പറയാൻ മാറ്റമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവർ പറയാം, മലമ്പുഴയിൽ ചരിത്രപരമായി ഇത്രയധികം വികസനം നടന്ന ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. അതിൽ മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, ടൂറിസം മന്ത്രി ഇവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ഇടതടവില്ലാതെ ഈ വികസന പ്രവർത്തനം എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. എല്ലാ PWD റോഡുകളും BM&BC ആക്കി. എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടം. 76 കോടി രൂപയുടെ വികസനം മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് ഇപ്പോൾ അത് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. റിംഗ് റോഡ്, അതുപോലെ തന്നെ ROB, ഇതൊക്കെ പ്രവർത്തനം നടക്കുകയാണ്. ഒക്കെ ജനങ്ങൾക്ക് കണ്ടറിയാം, തൊട്ടറിയാം, സഞ്ചരിച്ചറിയാം. കറക്റ്റ്, കണ്ടറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രചരണത്തിന് ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ മത്സരം ആരൊക്കെ തമ്മിലാ? നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ നേരത്തെ 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. ഇപ്പൊ അവര് ധാരാളം പണം ചെലവഴിച്ച് പിന്നെ വഴിവിട്ട രീതിയിൽ ഉള്ള പ്രചരണം, എന്തോ ഒരു അവസാനത്തെ എന്താ പറയുക, അവസാന യുദ്ധം എന്ന രീതിയിൽ ഇതൊരു ചാൻസാണ്. കാരണം ഒരു നേർച്ചക്കോഴിനെയും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചാൻസാണെന്ന് ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വിലപ്പില്ല. ആണ് ഈ പാലക്കാട്ടേക്ക് വരുമ്പോഴേ, പാലക്കാട് നല്ല കനത്ത പോരാട്ടമാണ്. അപ്പോൾ മലമ്പുഴയിൽ അങ്ങ് സേഫാണെന്ന് പൊതുവെയുള്ള ആളുകളുടെ ഒരു വിലയിരുത്തലുണ്ട്. പക്ഷെ പാലക്കാട്ട് ഇക്കുറി താമര വിരിയുമെന്ന് ചിലർ പറയുന്നു. അതല്ല, പിഷാരടിക്കൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയുണ്ടാവും. ആ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൊളിറ്റിക്കലായിട്ടുള്ള. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം, മറ്റതൊക്കെ നമ്മുടെ നേതാക്കന്മാർ പറയേണ്ടതാണ്. ഞങ്ങളൊരു രസാക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഓണറിനെ നമ്മൾ സ്ഥാനാർത്ഥിയാക്കി. ഈ ഹോട്ടൽ ഓണർ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വാടക കെട്ടിടത്തിൽ താമസിച്ച ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ്. അന്ന് അവൻ DYFI പ്രവർത്തകരാണ് ഈ രസാക്ക്. ഞങ്ങളൊരു കുളത്തിലാണ് കുളിക്കാൻ വരും, അവരുടെ കുടുംബക്കാരും വരും. മൂപ്പരുടെ അമ്മ ഒരു ബിരിയാണി കട അതിവിടെ അരിക്കാത്തെരുവിൽ വെച്ചു. അവിടെ നല്ല കൈപ്പുണ്യമുള്ള ലേഡിയാണ്. ബിരിയാണി അതന്നെ
റാവുത്തർ ബിരിയാണി അല്ല റാവുത്തർ ബിരിയാണി അല്ലേ? പാലക്കാടൻ ബിരിയാണി. പാലക്കാട് ബിരിയാണി അല്ലേ? എനിക്കറിയില്ല ബിരിയാണി ഇത് വെറുതെ എനിക്ക് മിണ്ടാതിരിക്കുക. റാവുത്തർ ബിരിയാണി ഇവിടെ ഞാൻ അവരുടെ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ 2 പ്രാവശ്യം അവിടെ ബിരിയാണി കഴിക്കാൻ പോയി. അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യാണ്. അവരാണ് ഈ നിലയിലേക്ക് അവരിനെ എത്തിച്ചത്. ഓക്കെ. അവിടെ കഴിക്കാൻ പോയി എൻ്റെ അടുത്ത് പൈസ വാങ്ങില്ല അവർ. എൻ്റെ അടുക്കള വരെ ഞാൻ പോകും. അമ്മയെ കണ്ടിട്ടാണ് തിരിച്ചു വരിക. പൈസ വാങ്ങാണ്ടായപ്പോൾ പിന്നെ ഞാൻ പോകാണ്ടായി. അതാണ്. അവൻ DYFIൻ്റെ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ ഹോട്ടൽ ഓണറായി. അതിനനുസരിച്ചിട്ട് അവനെന്താക്കി അവനെ സ്ഥാനാർത്ഥിയാക്കി. അതിൽ എന്ത് ഡീല്, എന്താ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ മുസ്ലിം വോട്ടുകൾ കുറച്ച് റസാഖ് കൊണ്ടുപോയാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും അപ്പോൾ എന്നുള്ളതാണ്. CPMന് ഇടതുപക്ഷത്തിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ലേ? പക്ഷേ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്നുള്ളതാണ് ആരോപണം. സ്വന്തം സ്ഥാനാർത്ഥി ആ കുട്ടി വളരെ ചെറുപ്പത്തിൽ DYFI പ്രവർത്തകൻ. അവന്റെ അച്ഛൻ സഹയാത്രികനാണ്. ആണ്. ഓക്കെ. ഞാൻ എൻ്റെ തൊട്ട് വീട്ടിൽ താമസിച്ചവരാണ്. അപ്പോൾ അക്കാര്യത്തിൽ പ്രേക്ഷകർക്ക് സംശയം ഇനി നമുക്കൊന്ന് നടക്കാം മുന്നോട്ട്. അപ്പോൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ കണ്ട ചില കാഴ്ചകളിൽ പാലക്കാട് ഇപ്പോഴും ആ മുനിസിപ്പൽ സ്റ്റേഡിയം, ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം, ആ അവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല. പണ്ടത്തേക്ക് പാലക്കാടിൻ്റെ ഒരു പശ്ചാത്തലം വെച്ചൊരു സിനിമ എടുക്കണമെങ്കിൽ ആൾക്കാർക്ക് ആ മുനിസിപ്പൽ സ്റ്റേഡിയം വന്നാൽ മതി. 80-ൽ എങ്ങനെ കിടന്നോ അതേപോലെയാണ്. അതിൽ മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര സ്റ്റേഡിയം ആക്കാൻ വേണ്ടി വല്ലാതെ ഇടപെട്ട ഒരാളാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. പക്ഷേ ഇവർ അതിൻ്റെ നിയന്ത്രണം സർക്കാരിന് വിട്ടുതരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ. എനിക്കറിയാതെ മുനിസിപ്പാലിറ്റിയാണോ തടസ്സം? ഞാൻ പറയട്ടെ, ഞാനൊരു പ്രശ്നം ഉണ്ടായി. 40 കോടി ഉറുപ്പിൻ്റെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് വേണ്ടി സർക്കാർ ഒരു ശ്രമം നടത്തിയപ്പോൾ ഞാൻ ഈ മലമ്പുഴ ഇറിഗേഷൻ്റെ കുറേ സ്ഥലം കിടക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ഈ സ്റ്റേഡിയം കെട്ടാനുള്ള പ്രവർത്തനം നടത്തി. അന്ന് സ്പീക്കറായിരിക്കുമ്പോൾ ഈ രാജേഷ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററും ഞാനും കൂടി ഒരു യോഗം നടത്തി. ഈ ഇറിഗേഷൻ മിനിസ്റ്റർ ആ സ്ഥലം നിങ്ങൾക്ക് വിട്ടുതരില്ല, ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതിനൊരു പ്രതിവിധി കണ്ടു. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പ്രോജക്റ്റേ കൊടുത്തുള്ളൂ. അത് സ്റ്റേഡിയം. ഇപ്പോൾ 7 കോടി ഉറുപ്പിൻ്റെ സ്റ്റേഡിയം അവിടെ പണി തുടങ്ങി അത് നടക്കുകയാണ്. പക്ഷേ ഇത് മുനിസിപ്പാലിറ്റിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുതരില്ല, നശിച്ചാലും വേണ്ടില്ല, ഇത് വേറെ നന്നാക്കാൻ വിടില്ല എന്നുള്ളൊരു സമീപനം ഇവിടുത്തെ BJPയുടെ ഈ കൗൺസിൽ. ഗുരുതരമായ ആരോപണമാണ്. മുനിസിപ്പാലിറ്റിയാണ് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ മൊത്തത്തിലൊരു രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയുണ്ട്? വളരെ LDFന് അനുകൂലമാണ്, തുടരും എന്നുള്ളതാണോ ഒരു പ്രതീതി? സംശയമില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം പിന്നെ ജനങ്ങളാണല്ലോ തീരുമാനിക്കുക. ഓക്കെ. അപ്പോൾ പ്രധാന ചേട്ടാ ഉഷാറാവട്ടെ കാര്യങ്ങൾ. കോട്ടകാത്ത് തുടരുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഉഷാറാണ്. ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കണം. നല്ല ചൂടല്ലേ, ചൂടിങ്ങനെ കൂടിക്കൂടി 30 ഡിഗ്രി, മലമ്പുഴ ഇന്നലെ 40 ഡിഗ്രിക്ക് അടുത്തുനിന്ന് കിട്ടും അല്ലേ? ശരിയാണ്. 10 മണിയാകുമ്പോൾ ക്യാമ്പയിൻ നിർത്തുമോ അതോ ക്യാമ്പയിൻ തുടരും? നമ്മൾ കൊള്ളാത്ത വെയിലില്ല. ഞാൻ ഒരു സാധാരണ കൃഷിക്കാരനാണ്. അപ്പോൾ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നം കൊണ്ടതാണ്. ഓക്കെ. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ